Namaskaram Chelsea fans, football fans, welcome back to Chelsea Karan channel. Manchester United versus Chelsea pre-match discussion ഏവർക്കും സ്വാഗതം. ഞാൻ ലൈനപ്പ് വന്നോ ഇല്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈനപ്പിന് വേണ്ടിയിട്ട് ലൈനപ്പ് വന്നിരിക്കുകയാണ്. ലൈനപ്പിലേക്ക് വരാം. എന്നിട്ട് ഞാൻ ഇന്നത്തെ വിശിഷ്ട അതിഥികളെ ഞാൻ ക്ഷണിക്കുകയാണ്. സാഞ്ചസ്, ദിസാസി, തിയാഗോ സിൽവ, കോൾവിൽ, കുക്കുറയ. ബാദേശിയിൽ ഇല്ല. ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. കോൾവിൽ ആൻഡ് കുക്കുറയാണ്. കൈസഡോ, എൻസോ, പാൽമർ, സ്റ്റേർലിംഗ്, മുഡ്രിക്, ജാക്സൺ. സോ ഏറ്റവും വലിയ സർപ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാദേശയിലില്ല. അതിന് പകരം അവിടെ ഉള്ളത് ഇതാണ്, ലെബി കോൾവിൽ അല്ല, റഹീം സ്റ്റേർലിംഗ് ആണ് ക്യാപ്റ്റൻ. ഐ റിപ്പീറ്റ്, ലെബി കോൾവിൽ അല്ല, റഹീം സ്റ്റേർലിംഗ് ആണ് ക്യാപ്റ്റൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചുമ്മാ കയറി വിശ്വസിക്കുന്നതിന്റെ കാര്യമില്ല. ഇറ്റ്സ് എ വെരി വെരി സർപ്രൈസിംഗ് ലൈനപ്പ്, സ്പെസിഫിക്കലി വിത്ത് കുക്രയ. ഞാൻ റീസ് ജെയിംസിന്റെ ആബ്സെൻസ് അല്ല, കാരണം ദിസാസി പ്ലേഡ് വെൽ ലാസ്റ്റ് ഗെയിം. അപ്പൊ അതുകൊണ്ട് ഇതാണ്. പക്ഷെ ലൈനപ്പ് പ്രകാരം എന്താണ്, ഒഫീഷ്യൽ ലൈനപ്പ് പ്രകാരം സ്റ്റേർലിംഗ് ആണ് ക്യാപ്റ്റൻ. ഒഫീഷ്യൽ ലൈനപ്പ് പ്രകാരം സ്റ്റേർലിംഗ് ആണ് ക്യാപ്റ്റൻ. ഇനിയിപ്പോ നിങ്ങൾ വേറെ കാണുന്ന ലൈനപ്പ് ആണോ എന്ന് എനിക്കറിയില്ല. ഒഫീഷ്യൽ ലൈനപ്പ് പ്രകാരം സ്റ്റേർലിംഗ് ഈസ് ദ ക്യാപ്റ്റൻ. വെൽക്കം ഓൺ ടു ദ ഡിസ്കഷൻ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ്. കുറച്ച് ഓഡിയോ ഇഷ്യൂസും ഒക്കെ ആയിട്ട്. ഷാജിയേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ചുകൂടെ ഒച്ചയിൽ പറയേണ്ടി വരും, കുറച്ചുകൂടെ അടുത്ത് നിന്ന് ഒച്ചയിൽ പറയേണ്ടി വരും. ഒരു വ്യത്യസ്തപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മാച്ച് ഡേയ്സ് എന്നൊരു ബാക്കിലൊരു വലിയൊരു ടാഗ്ലൈൻ കാണാം. ഇത് കൊച്ചിയിൽ ആദ്യമായി തുടങ്ങിയിരിക്കുന്ന എല്ലാ ക്ലബുകൾക്കും ഇവിടെ വന്ന് വളരെ വളരെ തുച്ഛമായ ഒരു പൈസയ്ക്ക് നമുക്ക് സ്ക്രീനിങ് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സൗകര്യമാണ്. അതും ഡ്യുവൽ സ്ക്രീനിങ് ഉണ്ട്. ഒരേ സമയത്ത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ആർസണലോ യുണൈറ്റഡോ ആരുടെ കളി നടക്കുകയാണ്, ഇപ്പോൾ ചെൽസിയുടെ കളിയുടെ കൂട്ടത്തിൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. നല്ലൊരു സെറ്റപ്പാണ്. ബാക്കിൽ കാണാം ചെൽസിയുടെ ഒരു ജേഴ്സി കാണാം, സ്റ്റാഫോർഡ് ബ്രിഡ്ജ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് കാണാം. ഓരോ പ്ലെയേഴ്സിന്റെയും ഫോട്ടോസ് ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ചരട്ടപ്പാപ്പയുണ്ട്. പക്ഷെ ഇതിന്റെ മെയിനായിട്ടുള്ള ആള് നമ്മുടെ ചാൾസ് ആണ്. ചാൾസിനെ ഒരുപാട് പേർക്ക് പരിചയമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ പ്രോഗ്രാം വരുന്നുണ്ട്. ചാൾസ് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് വരാം. വാ വാ വാ, ഒരുപാട് പേരുണ്ടെന്ന്. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞേക്ക്. സൗണ്ട് ഉണ്ട് പക്ഷെ കുറവാ. സൗണ്ട് ഉണ്ട് പക്ഷെ കുറവാ, അത്രേ ഉള്ളൂ. അല്ല, അത് കമന്റ്സ് ചെയ്ത് വരുന്നതാണ്. സൗണ്ട് ഉണ്ട്, കുറവാണ്. നമസ്കാരം. അപ്പോ ഷാജേട്ടൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, ഇത് പ്രത്യേകം ഇന്നത്തെ ഒരു നമസ്കാരം ടോം. ഇത് മാച്ച് ഡേയ്സ്, കൊച്ചിയിൽ മാച്ച് ഡേയ്സ് എന്ന് പറയുന്ന ഒരു സ്ക്രീനിങ് സ്ഥലത്ത് നിന്നാണ് ചെയ്യുന്നത്. വളരെ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും വന്ന് കളി കാണാൻ പറ്റുന്ന ഒരു മാച്ചിൽ നിന്നാണ്. നമസ്കാരം ടോം. എന്നിട്ട് കുറച്ച് ഒച്ചയിൽ സംസാരിക്കണം, സൗണ്ട് പൊതുവെ കുറവാണ് ഈ നിങ്ങളുടെ അവിടെ. ഒന്നും കണ്ടിട്ടില്ല ലൈനപ്പ്. അതിനും കൂടെ പ്രത്യേക ഒരു അതിഥി ഉണ്ട്. ഇനി എന്ത് അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് എനിക്ക് അറിയില്ല. എബാർ ബ്രോ നമസ്കാരം. അത്ര ബോധത്തിലല്ല എന്നാലും ഇങ്ങനെയല്ല പരിചയപ്പെടുത്തേണ്ടത്. ഒരു കലിതോ കൊലിബാലിയുടെ ഏജന്റ് എന്ന് പറഞ്ഞു വേണം പരിചയപ്പെടുത്താൻ. ആ ജേഴ്സി ഞാൻ ബാംഗ്ലൂർ വെച്ച് പോയി, ക്ലിപ്പ് മാറ്റിയിരുന്നു. I think massive question, big question. Hebar Bro എന്ന് പറയാം. What do you think about the lineup? ബ്രോ, റീസിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോ ഡിസാസി വാസ് വെരി സോളിഡ് കഴിഞ്ഞ കളി. ഐ തിങ്ക് ഷാജേട്ടൻ ഓൾസോ ഹാഡ് സം വെരി വാലിഡ് പോയിന്റ്സ്. ഡിസാസിയുടെ ഡിഫെൻസീവ് പെർഫോമൻസ് വാസ് അമേസിംഗ്. പക്ഷെ ഒരു അറ്റാക്കിംഗ് സെൻസിൽ അതും യുണൈറ്റഡ് ഈസ് വൺ ടീം ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഇറ്റ്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു വീക്ക് ഞാൻ പറയില്ല, ബട്ട് ദേ ആർ വൺ ടീം ദാറ്റ് വി ക്യാൻ റിയലി ഗെറ്റ് ഇറ്റ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്രത്തോളം അറ്റാക്കിംഗ് ത്രെറ്റ് വരും ഡിസാസിയുടെ സൈഡിൽ നിന്നും ഐ എം നോട്ട് ടു ഷുവർ. ബട്ട് നോ അതർ കംപ്ലൈന്റ്സ്. പാമർ ഇസ് സ്റ്റാർട്ടിംഗ്, സൂപ്പർ ഹാപ്പി ടു സീം. യുണൈറ്റഡ് ഡീപ് ബ്ലോക്കിനെതിരെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ പാമറാണ്. സോ എക്സൈറ്റഡ്. കൊള്ളാം. ഷാജിയേട്ടാ, വാട്ട് ഈസ് യുവർ തോട്ട്? ഒരു സെക്കൻഡ്, ടോം വേറൊരു സ്റ്റേജിൽ നിന്ന് കയറുന്നുണ്ട്. ടോം ആഡ് ചെയ്യണോ? തംസപ്പ് കാണിച്ചാൽ ഞാൻ ആഡ് ചെയ്യാം. ടോം കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഷാജിയേട്ടാ, എന്താണ് ലൈനപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ശ്രീകാന്ത് യുണൈറ്റഡ് ലൈനപ്പിന്റെ ഒരു കോമ്പിനേഷനിൽ അതിനെ കൗണ്ടർ ചെയ്യുന്നതായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഷാജിയേട്ടാ, ഒട്ടും സൗണ്ട് കേൾക്കുന്നില്ല. ഭയങ്കര ലോ വോളിയം.
ഭയങ്കര ലോ വോളിയം. Why is Reece James not starting? ഒരു സെക്കൻഡ്, ഞാനിപ്പോ അതിനുള്ള ഉത്തരം പറയാം. പ്രൈവറ്റ് ചാറ്റിൽ എന്റെ ലാപ്ടോപ്പിലേക്ക് മാറാം. ഓക്കെ, ടോം വേറെ ലാപ്ടോപ്പിലേക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. Why is Reece James not starting? That's a good question. എനിക്ക് തോന്നുന്നു ദസാസിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ ഇത് കാണുന്നതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആണ് ഐ എം ജസ്റ്റ് ആഡിങ് ബാക്ക് ഷാജിയേട്ടൻ ആൻഡ് ടോം. ഒന്നുകൂടെ ഇപ്പൊ കേൾക്കാവോ? പൊളിച്ച്, അടിപൊളി, സൂപ്പർ. തുടങ്ങിയോ? എന്തായിരുന്നു ലൈനപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ലൈനപ്പിനെ ആക്ച്വലി യുണൈറ്റഡിന്റെ ലൈനപ്പ് നോക്കുമ്പോൾ ദ ഫ്രണ്ട് ഫോർ ഇസ് വെരി മച്ച് ഫ്ലീറ്റ് ഫുട്ടഡ് ആണ്. ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് ഷൂട്ടിംഗ് സ്കിൽ ഉള്ളതാണ്. ആൻഡ് യു ലുക്ക് അറ്റ് ആന്റണി, ഫെർണാണ്ടസ്, ഗർണാച്ചോ, ഹോയ്ലൻഡ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് ദ ലൈനപ്പ്. എസ്പെഷ്യലി എനിക്ക് മെയിനായിട്ട് ഒരു വറിയിങ് പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ, is this the right opportunity for a striker like Jackson to shine on a bigger stage? Because എനിക്ക് തോന്നുന്നു, I mean away from home I don't think ഇല്ലേ ടോം വേറെ ഏതും ബിഗർ സ്റ്റേജിൽ പോയി കളിച്ചിട്ടില്ല ഇല്ലേ? Is this the biggest stage ഇല്ലേ? 7 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 3 ഹാട്രിക് ആയിരുന്നു. പിന്നെ അതല്ല, ഐ ആം ടോക്കിംഗ് അബൌട്ട് എ ബിഗർ സ്റ്റേജ്. അതായത് വലിയ ക്ലബിന്റെ അവേ ഗ്രൗണ്ടിൽ പോയി കളിച്ചിട്ടായിട്ട്. എക്സാക്ട്ലി, I mean these are the kind of opportunities. ഇപ്പോഴും ജാക്സൺ ഗോൾ അടിക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ മാറണമെങ്കിൽ ഇങ്ങനത്തെ ബിഗ് ഗെയിംസിൽ ഗോൾ അടിക്കണം. So this is the big opportunity for him. കാരണം എന്ന് പറഞ്ഞാല് ഈ ഗലറ്റാസറയിൽ ചെല്ലുമ്പോൾ വെൽക്കം ടു ദി ഹെൽ എന്ന് പറയുന്ന പോലെ വെൽക്കം ടു ദ തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ്. അവിടെ ഡ്രീംസ് ജാക്സന്റേത് എന്താ പറഞ്ഞ പൂ അണിയുമോ എന്നുള്ളതാണ് എല്ലാവർക്കും ഒന്ന് അറിയേണ്ടത്. സോ ആ ഒരു കൗണ്ടർ പോയിന്റിൽ ഐ എം ബിറ്റ് വറീഡ്. ബട്ട് ഐ തിങ്ക് വാച്ച് ഔട്ട് ഫോർ ശ്രീകാന്ത്. യു ഷുഡ് വാച്ച് ഔട്ട് ഫോർ പാൽമർ. ദിസ് കുഡ് ബി പാൽമർസ് മാച്ച്. അതെനിക്കൊരു യാതൊരു സംശയമില്ല. ഐ എം എക്സ്പെക്ടിങ് കപ്പിൾ ഓഫ് അസറ്റ്സ് ഫ്രം പാൽമർ ടു ജാക്സൺ ആൻഡ് പാൽമർ ടു മുഡ്രിക്. ഹെബാർ ബ്രോ, വാട്ട് ഡു യു തിങ്ക്? ഫീഡ് ഫുട്ബോളിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഫീഡ് ഫുട്ബോളിന്റെ മറ്റേ വേറൊരു വേർഷൻ ഉണ്ട് നമ്മുടെ ഹെബാർ ബ്രോ. പിന്നെയാണോ വേറെ ഒരു ദിവസം കാർത്തിക് ഫീഡ് ഫുട്ബോളിനെയും കൊണ്ടുവരാം. 2-3 വട്ടം വിളിച്ചിട്ട് മൂപ്പരെ. ബട്ട് ഐ തിങ്ക് ഹീസ് ലിറ്റിൽ ബിസി വിത്ത് ട്രാവൽ ബാക്കി ഇതൊക്കെ ആയിട്ട്. ആൻഡ് പാമറെ പറ്റി ഐ തിങ്ക് സൈൻ ചെയ്തപ്പോ തന്നെ കഴിഞ്ഞ സീസൺ വേഴ്സസ് സിറ്റി പാമർ റൈറ്റ് വിങ് കളിച്ച് ഐ തിങ്ക് ഹി ഗേവ് ആസ്പിലിക്വേറ്റ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ഗെയിംസ് ഓഫ് ദ സീസൺ. അപ്പൊ ആ ടൈം മുതൽ ഐ തിങ്ക് ഷാജിയേട്ടൻ ഉൾപ്പെടെ കുറെ പേര് വിത്തിൻ ദ ചെൽസി ഫാൻ ബേസ് എക്സൈറ്റിംഗ് പ്ലെയർ, വാച്ച് ഔട്ട് ഫോർ ഹിം. ചെൽസിയിലോട്ട് വരുമ്പോൾ പ്രൈസ് ടാഗ് കണ്ട് ചെറുതായും ടെൻഷൻ അടിച്ചിരുന്നു നമ്മൾ. ഐ തിങ്ക് ഹി ഹാസ് ലിവ്ഡ് അപ് ടു ഇറ്റ്. ഒരു വൺ പോസിറ്റീവ് ഫ്രം വെരി ഡിപ്രസിംഗ് സ്റ്റാർട്ട് ടു ദ സീസൺ പാമറിന്റെ ആണ്. യുണൈറ്റഡ് സെന്റർ ബാക്ക് പെയറിംഗ് കണ്ടിരുന്നു എസ് കെ ബ്രോ? ഞാൻ ലൈനപ്പ് കണ്ടിട്ടില്ല യുണൈറ്റഡ്. ലിൻഡലോഫ് ആൻഡ് മഗ്വയർ. അതെ, പ്ലെയർ ഓഫ് ദ എക്സ്പീരിയൻസ് സെന്റർ ബാക്സ് അങ്ങനെ വേണം പറയാൻ. ലിൻഡലോഫും ഐ തിങ്ക് കുറെ പേര് ഹീസ് അണ്ടർ റേറ്റഡ് ഓൺ ദ ബോൾ. അത്യാവശ്യം പാസിംഗ് റേഞ്ച് ഉള്ള പ്ലെയർ ആണ്. ഹീസ് ഗുഡ് അറ്റ് സ്റ്റാർട്ടിംഗ് മൂവ്സ്. അപ്പോ ഇഫ് യുണൈറ്റഡ് പ്ലേസ് എ ലോ ബ്ലോക്ക് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും ടു ഫൈൻഡ് സ്പേസ് ഇൻ ബിഹൈൻഡ്. ബട്ട് ഇഫ് ദർ ഈസ് വൺ പ്ലെയർ ഹു ക്യാൻ അൺലോക്ക് ഡിഫൻസസ്, പാമറിനാണ്. എല്ലാവർക്കും ഒരു സെക്കൻഡ്, എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ട്. കോൾവിൽ അല്ല, സ്റ്റെർലിംഗ് ആണ് ക്യാപ്റ്റൻ എന്ന് ചെൽസി ഒഫീഷ്യൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും ഒഫീഷ്യൽ ആയിട്ട് ട്വീറ്റ് ചെയ്യാൻ വേറെ ഇല്ല. ഒലിവിയ ബസുവോളോ എല്ലാവരെയും പറ്റിയിരിക്കുകയാണ്. കോൾവിലാണ് ക്യാപ്റ്റൻ എന്നും പറഞ്ഞുകൊണ്ട്. കോൾവിലിനെ എനിക്ക് തോന്നുന്നില്ല സ്റ്റെർലിംഗ് ഉള്ളപ്പോൾ ക്യാപ്റ്റൻ ആക്കുന്നു. സീനിയർ ആയിട്ട് സ്റ്റെർലിംഗ് ആണല്ലോ ഒബ്വിയസ്ലി. അതും ഒരു ഫോർമർ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും കൂടി ആണല്ലോ. കുറച്ച് കാലം ഇംഗ്ലണ്ടിനെ ക്യാപ്റ്റൻ ചെയ്തതാണ്. സോ ഒബ്വിയസ്ലി ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കേ കിട്ടുള്ളൂ. ബട്ട് കമ്മിങ് ഓൺ ടു ഒരു ഡിസ്കഷൻ അഗൈൻ, മേജർ സർപ്രൈസ് എൻകുങ്കു ബെഞ്ചിലില്ല. സർപ്രൈസ് അല്ല, മേജർ ഇൻഫോർമേഷൻ. എൻകുങ്കു ബെഞ്ചിലില്ല. നമുക്കിപ്പോ സത്യം പറഞ്ഞ ബെഞ്ചിലുള്ളത് ബ്രോയ, മാറ്റസൺ, പിന്നെ കേൾക്കുന്ന പേരുകൾ കേൾക്കണോ? ബ്രോയ, മാറ്റസൺ കഴിഞ്ഞ് പിന്നെ ബെഞ്ചിലിരിക്കുന്ന പേരുകൾ കേൾക്കണോ? ഗിൽക്രിസ്റ്റ്, കാസ്റ്റൽഡീൻ, വാഷിംഗ്ടൺ, മാറ്റോസ്. ഈ പേരുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ട? വാഷിംഗ്ടനെ നമുക്കറിയാം, കാസ്റ്റൽഡീനെ ഞാൻ കേട്ടിട്ടില്ല. ഗിൽക്രിസ്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, മറ്റേ 19 വയസ്സ് പയ്യൻ. പിന്നെ ഉള്ളത് മാറ്റോസ്. ഇതാണ് നമ്മുടെ ബെഞ്ച്. 17 വയസ്സ് 17 ഇളം പ്രായം തികയാത്ത 4 പിള്ളേരാണ് നമ്മുടെ ഇന്ന് ബെഞ്ച് കിടക്കുന്നത്. ടോം, കുറച്ചാളായിട്ട് ബെഞ്ചിന്റെ കാര്യം കഷ്ടം തന്നെയാണ്. പക്ഷെ ആക്ച്വലി എക്സൈറ്റഡ് ഫോർ കാസൽഡൈൻ ഒരു വളരെ എക്സൈറ്റിംഗ് പ്രോസ്പെക്ട് ആണ്. ബിക്കോസ് ഇപ്പൊ കുറച്ചധികം നാൾക്ക് ശേഷം അക്കാഡമിയിൽ നിന്ന് കേട്ടുവരുന്ന ഒരു ഇടിവെട്ട് പേര് അതാണ്. ലൈക്ക് ആഫ്റ്റർ ദീസ് ഇപ്പൊ റീസ് ജെയിംസ്, കോണർ ഗാലഗർ, ആ ഒരു ബാച്ചിന് ശേഷം ആ
ആ ഒരു ലെവലിൽ ഒരു എക്സ്പോഷർ കിട്ടിയിരിക്കുന്ന ഒരു പ്ലെയർ കാസിൽഡൈൻ ആണ്. ഈ റീസെന്റ് സൈൻഡ് എ കോൺട്രാക്ട് ഓൾസോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഐ മീൻ വേറെ ആരും ഇല്ല. ഒബ്വിയസ് ഫാക്ട് ഇസ് വേറെ ആരും ഇല്ല. അതുകൊണ്ടിട്ട് ആൻഡ് ഈവൻ ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞായിരുന്നു കോച്ച് ദാറ്റ് there will be a lot of Cobham boys on the bench. അപ്പോ നോ സർപ്രൈസസ് അൺടിൽ വി ഗെറ്റ് ബാക്ക് എൻകുങ്കു, ലാവിയ ആൻഡ് ഓൾ ദ ബിഗ് ബോയ്സ്. ഇതൊക്കെ തന്നെ ആയിരിക്കും ബെഞ്ചിന്റെ അവസ്ഥ. Right. Hebaru, sorry, Hajara. I mean, I think this is indirectly where ഒരു ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ Pochettino is telling the players like Mudryk, players like Jackson that you are going to get maximum minutes. It means literally 75 to 80 minutes Mudryk, unless there is no injury. I mean, they are going to play. ഈ പറയുന്ന ഇപ്പം ടോം പറഞ്ഞ players ഒന്നും I don't see them coming onto the pitch unless there is something really bad on that. They will remain permanently in the bench for this day. So this is an opportunity. If I am a player, if I see this bench and I take this opportunity, I know that I'm going to get 80 to 90 minutes, probably full 90 minutes. So I should go and perform. These are the matches. Itra matches lanu oru player ne oru elevation from a normal level of footballer to a top level footballer. Nammal Palmer thanne adoru example aanu. See, because people always നമ്മളെല്ലാം ഞാനൊരു ഹെവി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ് ജാക്സൺ ആയാലും പല സ്ഥലങ്ങളിലും വേറെ പല പ്ലേയേഴ്സിനും. But you look at Cole Palmer, the guy came in and took the opportunity. Every big stage അവൻ എടുത്തു. അതിലൊരു ബിഗ്ഗസ്റ്റ് സ്റ്റേജ് എന്ന് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, I mean, almost close to 3.5 minutes ഒരു ബ്ലോക്ക് അവിടെ വരികയാണ്. There is a huge heated debate going between referee and the Manchester City and the Chelsea players. But this fellow is waiting with the ball to take the penalty. That's very difficult. You ask somebody to take a penalty after 3.5 minutes, it's extremely difficult. But he was cool as a cucumber. He took up that movement. That made a, I mean, എന്താ പറയുന്നത്, നമ്മൾ ആ കമന്റേറ്റർ ഉണ്ടല്ലോ, എനിക്ക് അയാളുടെ പേരെന്താണ്, പീറ്റർ ഡ്യൂറി പറഞ്ഞതാണ്, മാഞ്ചസ്റ്റർ സിറ്റി ബോയ് എന്നാണ് പറഞ്ഞത്. ബ്യൂട്ടിഫുൾ വേർഡ്സ്. മാഞ്ചസ്റ്റർ സിറ്റി ബോയ് ഇസ് എ ചെൽസി മാൻ. കാരണം 3.5 മിനിറ്റ് ഒരു പയ്യൻ ബോളും വെച്ചോണ്ടിരിക്കുക എ ക്രൂഷ്യൽ പെനാൽറ്റിക്ക്. സോ if Jackson wants to show the world that no matter who the person is, whether Victor Osimhen comes or Tony comes, I am going to fight for my place. This is the day. This is the moment. He has to show it here. This is the biggest stage. He's going to play in front of 60,000 people. Show that. If he can't show that in these kind of situations, then there's a big question mark. So I just hope and pray that he plays. Right. About bro? എന്റെ ക്യാമറയിൽ എന്തെങ്കിലും പ്രശ്നമായി ഇപ്പൊ കാണുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. അത് അടിച്ച ബിയറിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇല്ല, ഇന്ന് കുറച്ച് കൂടിപ്പോയി. എന്റെ കണ്ണടിച്ചു പോയത് സംശയം. നിങ്ങളുടെ ചോദ്യം മറന്നു ഒന്നുള്ളത് പറയുക, കുറച്ച് കട്ടായിരുന്നു. അല്ല, നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പിള്ളേരാണ്. അതിന് കാസ്റ്റൽഡീൻ, മാറ്റോസ്, ഗിൽക്രിസ്റ്റ്, ഇവരൊക്കെയാണ് നമ്മുടെ ബെഞ്ച് ഉള്ളത്. ഇറങ്ങുന്ന 11 പേര് മര്യാദ കളിച്ചതിന് വലിയ സമാധാനം ബ്രോ. കഴിഞ്ഞ ഒരു ന്യൂ കാസ്റ്റിൽ കളിയൊക്കെ ഡിപ്രഷൻ അടിച്ചു പോയത്. ഐ തിങ്ക് സിറ്റി ഗെയിമിന്റെ ഒരു ഹൈസ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഓക്കെ, ചെൽസി ഈസ് ബാക്ക്, ഫൈറ്റിംഗ് പെർഫോമൻസ് ഓൺ ദ പിച്ച്, എവറി വൺ ഡൈയിങ് ഫോർ ഈച്ച് അതർ പറഞ്ഞു. ന്യൂ കാസ്റ്റിൽ ഐ തിങ്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എക്സ്ട്രീംസ്. ഒരു സെക്കൻഡ് ബോളിലൊക്കെ ഫൈറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത പോലെ. വി ഹാവ് എക്സൈറ്റിംഗ് പ്രോസ്പെക്ട്സ്. ഇപ്പോൾ മാറ്റോസ് ഒക്കെ ഐ തിങ്ക് അത്യാവശ്യം ഹൈപ്പുള്ള പ്ലെയർ ആയിരുന്നു. വാഷിംഗ്ടൺ ഡേവിഡ് വെൻ ഹി കെയിം ഇൻ, കുറച്ച് ബ്രസീലിയൻ ഫാൻസിനോട് സംസാരിക്കുമ്പോൾ ദേ വർ സൂപ്പർ എക്സൈറ്റഡ്. ഫോർ എക്സാമ്പിൾ മൊസ്കാഡോനെ പറ്റി, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടാലന്റ്സ് ടു കം ഔട്ട് ഓഫ് ബ്രസീൽ പറയുന്ന പോലെ അതേ സ്വരത്തിൽ ഐ തിങ്ക് പീപ്പിൾ വർ ഹൈപ്പിംഗ് അപ്പ് വാഷിംഗ്ടൺ. വന്നിട്ട് ഹി ഹാസന്റ് ഗോട്ട് മച്ച് ഗെയിം ടൈം, ബട്ട് വെൻ എവർ കോൾഡ് അപ്പോൺ പെർഫോം ചെയ്യുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. ബട്ട് ആസ് ലോങ് ആസ് ദ 11 ഓൺ ദ പിച്ച് പുട്സ് ഇൻ ദെയർ വർക്ക്, ഇപ്പോൾ മുഡ്രിക്, സ്റ്റെർലിംഗ് ആൻഡ് ജാക്സന്റെ ഐ തിങ്ക് എവരി വൺ, കുറെ പേർക്കുള്ള ഒരു ക്രിറ്റിസിസം ഒരു സ്ട്രൈക്കറിന്റെ മൂവ്മെന്റ് മുമ്പിൽ പലപ്പോഴും കാണിക്കുന്നില്ല. വി ഹാവ് ഇപ്പോ ഗുസ്റ്റോ ഇല്ലെങ്കിൽ റീസ് ജെയിംസ് കട്ട് ബാക്ക് ചെയ്യുമ്പോൾ ദർ ഇസ് നോ വൺ പോസ്റ്റിന്റെ അവിടെ ടു അറ്റാക്ക് ദ നിയർ പോസ്റ്റ് ഓർ വോട്ടെവർ. ആ ഒരു ക്രിറ്റിസിസം ഉണ്ട്. ബട്ട് ജാക്സൺ ഹാസ് അതർ ക്വാളിറ്റീസ്. ഔട്ട്സൈഡ് ദ ബോക്സ് ബോൾ ക്യാരി ചെയ്യാറുണ്ട്. ഹി സ്ട്രോങ് വെൻ ബാക്കിംഗ് ഇൻ ടു പ്ലേയേഴ്സ്. ഓൾ ഓഫ് ദിസ് ഹാസ് ടു കം ടുഗദർ. നമ്മൾ കുറെ കാലം ഇങ്ങനെ ഇന്ന് ശരിയാവും നാളെ ശരിയാവുന്ന ഒരു പ്രതീക്ഷയിൽ ഇരുന്നിട്ട് വി ഹാവൻ ഹാഡ് ദാറ്റ് വൺ വേൾഡ് ക്ലാസ് പെർഫോമൻസ്. ഒരു ടോപ്പ് ടീമിന്റെ എതിരെ പോയി ബോസിംഗ് ദ ഗെയിം ഫ്രം ദ ഫസ്റ്റ് മിനിറ്റ്. അത് മെല്ലെ സെറ്റ് ആവട്ടെ എന്നാണ് പ്രതീക്ഷ. ബട്ട് ഡിസംബർ പൊതുവേ നമുക്കൊരു മോശക്കാലാണ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് ഈസ് ഇൻ ദ സെയിം കേസ്. റൈറ്റ്. ടോം, ഷാജിയേട്ടാ, നിങ്ങളിലേക്ക് ഞാൻ വരാം.
So we have these youngsters. Now we have a lineup. How surprising is Badeshil missing out, Colville starting, Kukureya and left back. Reece James മനസ്സിലാക്കാം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസാസി നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ റീസ് ജെയിംസിന് maybe it's a lesson from coach saying that you perform, you get into the team. Just because you are a superstar right back, you don't get into the team. അത് ഞാൻ മനസ്സിലാക്കാം. But massively surprised with Kukureya's inclusion. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പക്ഷെ അത് എനിക്ക് തോന്നുന്നു ശ്രീകാന്ത്, അത് പ്രോബ്ലി Pochettino has guessed it right. I mean, when you have Dalot and Luke Shaw who can play from one flank to another flank, box to box കളിക്കുന്ന, attack and defense കളിക്കുന്ന രണ്ട് പേരുള്ളപ്പോൾ obviously you are also going to get space as an opponent. So instead of playing 4 center backs നെ converted ആയിട്ട് winger ആയിട്ട് കളിപ്പിക്കുന്നതിനേക്കാളും better Kukurela. See, Kukurela is not great in delivery of the ball. His delivery is half cooked on. Second, he doesn't arrive into the box like Chilwell. Chilwell arrive in the ball, opposite flank in the ball arrive. But instead of Badiashile, I think he has guessed it right. Pochettino has guessed it right because he thought that Dalot and Luke Shaw will play. And Luke Shaw and Dalot are out and out players who are going to go to the end of the other off and come back to their end. Angana varuna players, and so he wants to use that opportunity in the counter. So because with the pace of Mudryk and with the pace of Sterling on a 1-to-1 situation, I think എനിക്കൊന്ന് അത് പുള്ളി ഗസ് ചെയ്തത് കറക്റ്റ് ആണെന്ന് തോന്നുന്നത്. How far it will be. ഒരു പോസിബിലിറ്റി ഉണ്ട്, കുക്കുറയ ചിലപ്പോൾ റൈറ്റ് ബാക്ക് ആയിരിക്കും, കാരണം കോൾവിൽ, ദിസാസി സിൽവ ആൻഡ് കുക്കുറയ റൈറ്റ് ബാക്ക്. അതും ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പോസിബിൾ അതും പോസിബിൾ ആണ്. ബട്ട് വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ എന്താ പറയുക, വി ആർ പ്ലേയിങ് ഓൺ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പിച്ച്, 110 മീറ്റർ നീളമുള്ള ഒരു പിച്ചിലാണ് കളിക്കുന്നത്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പിച്ച് ഇൻ ഇംഗ്ലണ്ട് ആണ്. So players like Mudrikneke space കിട്ടിക്കഴിഞ്ഞാൽ you can dart in, you can just run and accelerate and go. People will not forget Eden Hazard on an Old Trafford pitch. He will just run away with the ball. അപ്പോൾ ഇങ്ങനെയുള്ള പിച്ചസിൽ അത് എനിക്ക് തോന്നുന്നു നല്ല ഡിസിഷൻ ആയിരിക്കും. Obviously, I mean, Badiashile to me is the best center backs in Chelsea. I mean, ഞാനിത് പല ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട്. Wesley Fofana and Badiashile are close to becoming quality world class players. Probably one more year, Badiashile and Wesley Fofana will become quality world class players. Colville is in the working stage. Colville needs time. Colville and a problem എന്താന്ന് പറഞ്ഞാൽ Colville has problems in sleep off. David Luizനെ പോലത്തെ ഒരു ഡിഫൻഡർ ആണ്. Sometimes he sleeps off. Badiashile is a very constant vigilant ആയിട്ടുള്ള. Badiashile is നമ്മൾ പറയില്ലേ no nonsense ഡിഫൻഡർ ആണ്. He doesn't make mistakes. നമ്മൾ ശരിക്കും Badiashileയുടെ ലാസ്റ്റ് ഇയറിന്റെ കരിയറും ഈ ഇയറും നോക്കിക്കഴിഞ്ഞാൽ you will not see him making silly errors. He will make errors but not silly errors. അതായത് ഓഫ് മൈൻഡഡ് ആയിട്ട് പോവുക, അല്ലെങ്കിൽ പൊസിഷൻ മാറിപ്പോവുക, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക കറക്റ്റ് അവയർനെസ് ആ പൊസിഷനിൽ കൊണ്ടുവരാൻ, അങ്ങനെയൊന്നും Badiashile അടുത്ത് ഉണ്ടാവില്ല. Unfortunately, it happens with the other players. But obviously, I mean, he has given Colville a chance. He should go ahead and take it. Right, Tom? ഡിഫൻസിന്റെ കാര്യം ഇന്നത്തെ ഇത് കണ്ടിട്ട് ഓൺ പേപ്പർ ലുക്സ് ലൈക്ക് കുക്കറല ഇസ് ഓൺ ദ റൈറ്റ് ബാക്ക്. അത് മാത്രമേ എനിക്ക് ഇതിൽ നിന്നൊരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഇതുള്ളൂ. പക്ഷെ മോർ ദാൻ ദാറ്റ് ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാറ്റ്സ്. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്, ഐ തിങ്ക് in the entirety of the Premier League, Manchester United has only lost more games against Chelsea than on any other team. അതായത് നമ്മളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും എന്താ പറയാ അവരുടെ വേഴ്സ്റ്റ് റെക്കോർഡ് ചെൽസി കഴിച്ചത്. പക്ഷെ ഇപ്പൊ 2017 നമ്മൾ അവസാനം അവരെ തോൽപ്പിച്ചത്. 13 ഓൾഡ് ട്രാഫോർഡില് 17 പ്രീവിയസ് പ്രീമിയർ ലീഗ് വിക്ടറി. ആൻഡ് ദാറ്റ് വാസ് ഫ്രം അൽവാറോ മൊറാട്ട ഹെഡർ. ഐ കാൻറ്റ് Aspilicueta cross. And header from Alvaro Morata. 2017 തൊട്ട് ഈ ഒരു സമയ കാലഘട്ടത്തിനുള്ളിൽ ഐ തിങ്ക് we've seen the worst United of all time. I mean, I can be blunt. ഇപ്പൊ യുണൈറ്റഡ് ഫാൻസിനോട് തന്നെ ചോദിച്ചറിയാം, this has been a decade of downgrade. അപ്പോ ആ ഒരു യുണൈറ്റഡിനെ എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും തോൽപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. എസ്പെഷ്യലി സിൻസ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് യുണൈറ്റഡിൽ നിന്ന് വന്ന റിപ്പോർട്ട്സ് കേട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ആ കുഴി ഒഴിച്ച് ഡീപ്പർ പോകാൻ തോന്നുന്നു. ഓൾറെഡി ഫാൻസ് എല്ലാവരും കുഴിക്കകത്താണ്. വേരിയസ് റിപ്പോർട്ട്സ് സെയിങ് ദാറ്റ് ടെൻ ഹാഗ് ഹാസ് ലോസ്റ്റ് ദ റൂം
ഡ്രസ്സിംഗ് റൂം അത് പ്ലേയേഴ്സിന്റെ അഗേൻസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. Now if we can't beat this team, I don't understand what's happening. Appo do we have the team for it? Yes. Do we have the lineup for it? Yes. Defensively നോക്കുകയാണെങ്കിലും our defense is എന്താ പറയാ on their day they performed. We've been conceding a lot of goals, പക്ഷേ that too from a lot of questionable errors. ആരിപ്പോ കഴിഞ്ഞ സീസണിലൊക്കെ ചെൽസിയിൽ ആരെവിടെ കളിച്ചാലും ഒരു ആവറേജ് പെർഫോമൻസ് ലെവൽസ് തരുന്നുണ്ടായി. ആ ഒരു സെയിം റീസണിങ് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഡിഫൻസീവ് ബാക്ക് ലൈനിലുണ്ട്. ആരെവിടെ ഇട്ടാലും അവരൊരു മിനിമം ഔട്ട്പുട്ട് തരുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് എ യൂണിറ്റ് ഇൻ എനി സെൻസ് ഓഫ് ദ വേർഡ്. നമ്മളൊരു ഡിഫൻസീവ് യൂണിറ്റ് അല്ല. വി ആർ നോട്ട് ദ കൈൻഡ് ഓഫ് ചെൽസി ദാറ്റ് വി ഹാവ് ഗ്രോൺ അപ്പ് വാച്ചിങ്. കാരണം 2-3 ഗോളാണ് എല്ലാ കളിയിലും കൺസീഡ് ചെയ്യുന്നത്. ഷാജേട്ടൻ ഐ തിങ്ക് യു സ്പോക്ക് ടു മീ അബൌട്ട് ദിസ്. അപ്പോ അങ്ങനെ നോക്കുമ്പോ ഡിഫൻസീവ്ലി വി ഹാവ് ബീൻ പുവർ. പക്ഷെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ദേ ഹാവ് ബീൻ പെർഫോമിംഗ് വെൽ. ഈ പറഞ്ഞ പോലെ ബാഡിയഷീലെ ആൻഡ് ഫൊഫാന അവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ ഇനി എന്ന് കാണാൻ പറ്റും തന്നെ ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ മൊമെന്റ് വി ഹാവ് ദ ടീം ടു ബീറ്റ് യുണൈറ്റഡ്. ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയേണ്ട ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം ടോം പറഞ്ഞ പോയിന്റിൽ ഐ എം ജസ്റ്റ് ആഡിങ് ഓൺ ടു ഇറ്റ്. ഈ തിയേറ്റർ ഓഫ് ഡ്രീംസിൽ ഓൾഡ് ട്രാഫോർഡിൽ പോയിട്ട് ഈ ലാസ്റ്റ് 10 minutes കളിക്കാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ക്രൗഡ് വേവ് ഭയങ്കര അവിടെ പറഞ്ഞാൽ ലാസ്റ്റ് 10 minutes 1-1-0-0 ആണെന്നുണ്ടല്ലോ, യു കൻ മോസ്റ്റ് പ്രോബ്ലി എക്സ്പെക്ട് എ പെനാൽറ്റി ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം എന്താ റഫറീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ആ ക്രൗഡ്. അങ്ങനത്തെ ക്രൗഡ് അതെന്താ പറയുക, അതാ ഫെർജി ടൈം വരുന്നതാണ്. അവർ യൂസ് ടു ഫെർജി ടൈമാണ്. ഫെർജി ടൈമിൽ അവർ ചെയ്യുന്ന എന്താ പറഞ്ഞാൽ ഫെർഗുസൺ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുമ്പോൾ അതിന് ഈക്വേറ്റഡ് ആയിട്ട് തന്നെ ക്രൗഡ് ചാന്റിങ് പോകുമ്പോൾ പ്രഷർ പോകും ഈ റഫറീസിന്. ഇഫ് യു ആർ ട്രൈങ് ടു വിൻ ദ മാച്ച് ഇൻ ദ ലാസ്റ്റ് 10, ഇവിടെ ആരോ പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് 10 minutes യുണൈറ്റഡ് ഗോൾ അടിക്കുള്ളൂ. യുണൈറ്റഡ് എന്നും അങ്ങനെ തന്നെ അടിക്കുള്ളൂ, ലാസ്റ്റേ അടിക്കുള്ളൂ. ബട്ട് ഇഫ് യു വാണ്ട് ടു ബീറ്റ് ദം യു ഷുഡ് കൺട്രോൾ ദ ഫസ്റ്റ് 80 minutes. അതിൽ തന്നെ അടിക്കണം. അവിടെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് 10 minutes എന്ന് പറഞ്ഞാൽ ചിലപ്പം they will and they have masters. നമ്മളെക്കാളും ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പൊ നമ്മളെ ക്യാപ്റ്റന്റെ കാര്യം ഇപ്പം ഗാലഗർ ആയാലും റീസ് ആയാലും അതിനേക്കാളും ബെറ്റർ ക്യാപ്റ്റൻ ആണ് ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റി വിൻ ചെയ്യുന്നതിൽ. ചെറുങ്ങനെ ഒന്ന് തൊട്ടാ ബ്രൂണോ അപ്പ റഫറി എടുത്ത് പോയിട്ട് പെനാൽറ്റി ചോദിക്കും. നമ്മളെ ക്യാപ്റ്റൻ അടുത്ത് പോലും പോകില്ല. നമ്മുടെ ക്യാപ്റ്റൻ ആരാന്ന് അവർക്ക് തന്നെ അറിയില്ല. കൺഫ്യൂഷൻ ആണ്. തപ്പി കിടക്കണം. ഇന്ന് നമ്മുടെ ക്യാപ്റ്റൻ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം. എങ്ങോട്ടാണ് ഓർഡർ ചെയ്യുന്നത് ആ ക്യാപ്റ്റൻ തീരുമാനിക്കും ഇന്ന് കളിക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ സ്റ്റേർലിങ്ങിന് പിന്നെ ഒരു ഗുണമുണ്ട്. അവൻ ചിലപ്പോ അവൻ ഈ ഇങ്ങനത്തെ ഗെയിം വരുമ്പോ അവനൊന്ന് ഉഷാറാവും. ഹെബാറിലേക്ക് വരാം. ഹെബാർ ബ്രോ ഇത്രയും പറഞ്ഞു. യെസ്, ദ കോൺഫിഡൻസ് ഇസ് ഹൈ ഫ്രം ആർ എൻഡ്, യാതൊരു സംശയമില്ല. അതിൽ വളരെ സന്തോഷമുണ്ട്. ബട്ട് ക്വസ്റ്റ്യൻ റിമെയിൻസ്. ഈ പറയുന്ന പോലെ ഈ ഒരു അവസരത്തിലാണ് ടിപ്പിക്കലി ഒരു ടീം കളിക്കുന്നത്. ആർസണലിനെ നമ്മൾ ഡോമിനേറ്റ് ചെയ്തു, അവർ 2 ഗോൾ അടിച്ചു, ഡ്രോ പിടിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് സുപ്രഭാതത്തിൽ നമ്മൾ ഈ ചില സമയത്ത് ഈ ഉറങ്ങിപ്പോയി കളയും. ആൻഡ് അവർക്ക് ഗോൾ അടിക്കാനായിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള പ്ലാനുണ്ട്. എനിക്ക് 3 പ്ലേയേഴ്സിനെ പറയാനുള്ളൂ. ഗ്രാനാച്ചോ, ബ്രൂണോ ഫെർണാണ്ടസ് ആൻഡ് മെക്ടോമനി. ഇവര് 3 പേരുമാണ് ദാറ്റ് ഐ ഫോർ എ ഗോൾ. പിന്നെ ഇന്ന് ഹോളിലൻഡിനെ കളി തുടക്കം ഗോൾ അടിപ്പിക്കാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരട്ടെ എന്നുള്ളതും കൂടെ നമുക്ക് പറയാം. വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ് സിറ്റുവേഷൻ, ദ അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ചെൽസി? അൺപ്രഡിക്റ്റബിൾ ചെൽസിനേക്കാൾ ഐ തിങ്ക് യുണൈറ്റഡ് ഓൾസോ ഇപ്പോ എത്ര കുറ്റം പറഞ്ഞാലും they have those players with individual quality. Bruno നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും he delivers at least 1 to 2 big chances per game. Long distance shooter ആണ്. He can create something out of nothing. ഹോയിലൻഡിന്റെ ഐ തിങ്ക് ആള് സെറ്റ് ആയിട്ടില്ല മൊത്തത്തിൽ. യൂറോപ്പിൽ സൗണ്ട് ഇറ്റ് ഈസിയർ. പ്രീമിയർ ലീഗിന്റെ പേസും ഡിമാൻഡ്സും മുപ്പിലൊന്നും സെറ്റായി വരുന്നേ ഉള്ളൂ. ആൻഡ് ടോംബ്രോ പറഞ്ഞ് ഇറ്റ്സ് എ വെരി വാലിഡ് ഫാക്ട്. ഇത്രയും വീക്കെൻഡ് യുണൈറ്റഡ് ടീമിനായിട്ട് ഇഫ് വി കാണ്ട് ഒരു 7-6 കൊല്ലമായിട്ട് ഇഫ് വി കാണ്ട് സ്ക്രേപ്പ് ഔട്ട് വിൻ, പിന്നെ ഈ ചെൽസി പ്രോജക്ട് എന്തുമുണ്ട്. അതും യുണൈറ്റഡ് ഇസ് നമ്മുടെ കുട്ടിക്കാലത്തെ ടീം വി ഗ്രൂ അപ്പ് ഹേറ്റിംഗ് ദ മോസ്റ്റ്. എനിക്ക് ആ ഒരു റൊണാൾഡോ റൂണി ആലോചിക്കുമ്പോൾ ഉറപ്പാണ് ദേ മേഡ് മൈ ചൈൽഡ്ഹുഡ് ദാറ്റ് ഹെൽപ്പ്. ബട്ട് ഗോ ത്രൂ 6 years വിതൗട്ട് വിൻ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇസ് പ്രിറ്റി സാഡ്. ചെൽസിയിൽ വീവ് ഹാഡ് മൂവ്മെന്റ്സ്, പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞ് ആരും ഓർക്കാൻ പോകുന്നില്ല. അതായത് ആർസനൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് നന്നായി കളിച്ചിരുന്നു. സിറ്റി നൈറ്റ് വി കെയിം ബാക്ക് ആൻഡ് ഡ്രൂ ദ ഗെയിം 4-4. ഡസന്റ് മാറ്റർ, ഗെയിം ഓഫ് റിസൾട്ട്സ്. ടേബിൾ നോക്കിയപ്പോൾ നമ്മൾ 10ാമത്തെയാണ്. വി കാൺട്ട് ഗോ ഇൻ ടു ദ നെക്സ്റ്റ് 2-3 months വിത്ത് ദ സെയിം സ്റ്റേറ്റ്. ഇപ്പോൾ കഴിഞ്ഞ സീസൺ ലിവർപൂൾ എത്ര മോശം അവസ്ഥയാണെങ്കിലും ദേ കെയിം ബാക്ക് അറ്റ് എൻഡ് ഓഫ് സീസൺ, ഹാഡ് എ ഗ്രേറ്റ് റൺ. ടീം അങ്ങോട്ട് സെറ്റായി. ക്ലോപ്പ് വാസ് ഏബിൾ ടു ഒരു സ്ക്വീസ് ഔട്ട് എവറി ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് പ്രൊഡക്ടിവിറ്റി ആ ടീമിൽ നിന്നും. ചെൽസി ആ ഒരു സ്റ്റേജിൽ എത്തട്ടെ.
they are showing some signs of positivity, but not often enough. ഇതുവരെ ക്യാപ്റ്റൻസിയുടെ കൺഫ്യൂഷൻ തീർന്നിട്ടില്ല. കോൾവിൽ ആണോ സ്റ്റേർലിംഗ് ആണോ ഇപ്പോഴും കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരായാലും ഒരു തലവേദനയില്ല. ക്യാപ്റ്റൻസിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിൽ ക്രിക്കറ്റിന്റെ അത്ര പ്രാധാന്യമില്ല. ഇറ്റ്സ് ഓൾവേസ് ഓൺ ദ കോച്ച് ഫോർ മീ. പിന്നെ ഒരു റെസ്പെക്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നെ പോലത്തെയും ടോമിനെ പോലത്തെ ആൾക്കാർക്ക് സത്യത്തിൽ റീസെ ക്യാപ്റ്റൻ ആയാലും ഗാലഗർ ക്യാപ്റ്റൻ ആയാലും ആര് ക്യാപ്റ്റൻ ആയാലും ഒന്നുമില്ല. കാരണം എന്താ പറയാ, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ യഥാർത്ഥ ക്യാപ്റ്റൻ ജെ ടി ക്യാപ്റ്റൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. കാരണം ജെ ടി കളിക്കുകയാണെങ്കിൽ എതിരിലിരിക്കുന്ന ഏത് പ്ലെയർ ആണ് അവന്റെ മുട്ട് വരയ്ക്കും. ഈ റീസെ ക്യാപ്റ്റൻസ് ആകുമ്പിട്ടാലും ഗാലഗർ ഇട്ടാലും ഞാൻ എതിരിൽ നിന്ന് കളിക്കും, എനിക്ക് മുട്ട് വരയ്ക്കില്ല. അത്ര വലിയ ക്യാപ്റ്റനൊന്നല്ല ഈ റീസെ ജെയിംസും ഗോണഗറുമല്ല. നേരെ മറിച്ച് ഇന്ന് സ്ക്രീനിങ്ങിന് വന്നിട്ട് ടോമോ ഞാനോ പറയാണ്, ഷാജേട്ടാ ഇന്ന് ജെ ടി ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങും. കാരണം ജെ ടി ഇല്ലെങ്കിൽ നമ്മൾ കളിക്കില്ല. കാരണം അവനാണ് മെയിൻ. അത്രയും വലിയ ക്യാപ്റ്റൻ ഒന്നും ചെൽസിയിൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി എന്തിനാണ് ഇത്രയും കഴിഞ്ഞ സീസൺ ഉണ്ടാവുന്ന ഷാജേട്ടാ ഒരു KK26 നിങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മറിച്ചോ പൊച്ചറ്റിനോ പറഞ്ഞു റീജെയിംസിന്റെ മൊമെന്റം ബിൽഡ് ചെയ്യണം, ന്യൂ കാസലിന് ശേഷം ബാനായി അവന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം എന്നുള്ളത്. സോ വിച്ച് മീൻസ് പൊച്ചറ്റിനോ പറയുന്നത് നീ പെയിൻ എന്നൊക്കെയാണ്. നീ പെയിൻ ഒന്നും അല്ല, ഇൻഡിസിപ്ലിൻ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റേതായ പണിഷ്മെന്റും ഉണ്ടാവും. പിന്നെ മര്യാദ പെർഫോമൻസ് കാണിക്കുന്ന പ്ലേയേഴ്സിന് അവരെ റിവാർഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ റീജെയിംസിന് ഒരു ചെറിയൊരു വാർണിംഗ് പോലെ. സോ ഈസ് ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ ഇൻ എന്താ പറയുക ഒരു മൈൽഡ് മാനർ വിച്ച് ഐ ലൈക്ക്. പോട്ടറിനെ പോലെയല്ല. അതുപോലെ തന്നെ ഒരു പണിഷ്മെന്റ് ഗാലഗറിന് കൊടുക്കണം. വഴി പോകുന്ന ആൾക്കാരൊക്കെ പിടിച്ച് വലിച്ചിട്ടിട്ട് യെല്ലോ കാർഡ് മേടിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ മത്സരം എന്താണെന്നറിയോ? ഇന്ന് രാവിലെ ഒരുത്തൻ വേറൊരു ഫുട്ബോൾ ഫാൻ ട്രോൾ ചെയ്തതാണ്. ചെൽസിയിൽ ലീഡിംഗ് ഗോൾ സ്കോറർക്ക് തമ്മിലല്ല മത്സരം ജാക്സണും ഗാലഗറും തമ്മിലാണ്. ഏറ്റവും അധികം യെല്ലോ കാർഡ് ആര് മേടിക്കുന്നു? ജാക്സൺ പറയുന്നത് ഞാൻ സ്ട്രൈക്കർ ആയതുകൊണ്ട് ഞാൻ അധികം മേടിക്കുന്നു. ഗാലഗർ പറയുന്നത് ഞാൻ മിഡ്ഫീൽഡർ ആയതുകൊണ്ട് ഞാൻ അധികം മേടിക്കുന്നു. രണ്ടുപേരും 4 or 5 മേടിച്ച് വെച്ചിട്ടുണ്ട്. സീസൺ കഴിയുന്നതിന് മുമ്പ് ജാക്സൺ ഒരു 15 മേടിക്കും. എന്തോ സ്പെഷ്യൽ സെഷൻ ഒക്കെ വെച്ച് ഒരു റിവ്യൂ ഒക്കെ ചെയ്ത് നോക്കിയല്ലോ കഴിഞ്ഞ ട്രെയിനിങ് സെഷനിൽ. നമ്മള് യെല്ലോ കാർഡ് വാങ്ങിച്ചു കൂട്ടുന്നതിന്റെ പുറകിലുള്ള ശാസ്ത്രമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് കണ്ടറിയാം. പക്ഷെ ഈ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് സീസൺ തുടങ്ങിയ സമയത്ത് തിയാഗോ സിൽവനെ ക്യാപ്റ്റൻ ആക്കാതിരുന്ന കാരണം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ബിക്കോസ് ഹി ഡസന്റ് പ്ലേ റെഗുലർലി എന്നുള്ളത്. അത് മാത്രമല്ല, ഹി ഡസന്റ് നീഡ് ദി ആംബാൻഡ് ടു ബി ദ ക്യാപ്റ്റൻ ഓൺ ദ പിച്ച്. ദാറ്റ് വാസ് എ ഗുഡ് എന്താ പറയാ. അതെ തിയാഗോ സിൽവ ഡസന്റ് നീഡ് ദ ക്യാപ്റ്റൻസ്. വേണ്ട, അല്ലെങ്കിൽ ലീഡർ തന്നെയാണ്. അതെ എന്നും പറഞ്ഞ് ഈ കാണാൻ പോണവന്മാരെല്ലാരും പറ്റി എനിക്ക് വലിയ താല്പര്യമില്ല. 1-2 പേര് മാത്രം മതി. എന്നാ അവന്മാരാണെങ്കിൽ മുഴുവൻ നേരം ഇഞ്ചുറിയാണ്. സത്യം പറഞ്ഞാൽ അല്ല, ഇഞ്ചുറിയും വേറെ. ടോം പറഞ്ഞ പോയിന്റ് പറയട്ടെ. ഞാൻ സത്യം പറയട്ടെ SK, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ചെൽസിയിൽ അത് ചിലപ്പോൾ നടന്നിരിക്കും കേട്ടോ. അത് പോച്ചറ്റിനോടെ കാലത്ത് നടക്കുമോ അല്ലെ ഇനി വേറെ അടുത്ത മാനേജർ വരുമോ എന്താണെന്നറിയില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ചെൽസിയില് ഒരു ക്യാപ്റ്റൻസ് റബ്ബ്, അതായത് പിച്ചിൽ ആത്മാർത്ഥതയും ആ ഒരു ആങ്കറും എന്താ പറയുക ഒരു ഡിസയറും ഉള്ള ഒറ്റ ഒരാള് ആക്സൽ ഡിസാസിയ. അവൻ ക്യാപ്റ്റൻ കിട്ടിയിട്ടില്ല, അതിൽ ഒരു സംശയമില്ല. അത് തന്നെ, അത് കാണാനുണ്ട്. കാരണം എന്താ പറയാ, കഴിഞ്ഞ കളി അവൻ ജയിച്ചപ്പോ എത്ര പേര് അത് ശ്രദ്ധിച്ചെന്നറിയില്ല. അവൻ അവിടുന്ന് നിന്നെടുത്ത് ഫിസ്റ്റ് പമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് നേരെ ഫാൻസിന്റെ അടുത്ത് പോയി ഇതാക്കി. ഇതൊക്കെ പണ്ട് നമ്മൾ ചെയ്യാം. നമ്മളെ ബാക്കി ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ എല്ലാം ഇങ്ങനെ ഡ്രസ്സ് എല്ലാം ഊരി എല്ലാം അവസരമായി കിടക്കുക. അവനാണ് പറ്റിയത്. അങ്ങനെയുള്ള ഒരു ക്യാപ്റ്റൻ വേണം. നമുക്ക് അങ്ങനത്തെ ഇല്ല. ശരിക്കും റൂഡിഗർ ഉണ്ടെങ്കിൽ ഇവരൊന്നും ആരും ക്യാപ്റ്റൻസിന്റെ ബാൻഡ് തൊടൂല. റൂഡിഗർ ഇട്ടാണ് ആ ബാൻഡ്. അങ്ങനെയുള്ള ആൾക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റുള്ളൂ. എൻസോ ഫെർണാണ്ടസിന് ഉണ്ടാവും ഒരു കൈൻഡ് ഓഫ് ആരഗൻസ്. ഇപ്പൊ ആക്ച്വലി നമ്മളൊന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ലാസ്റ്റ് സീസൺ വലിയ കാര്യമായിട്ട് ഭയങ്കര കുട്ടി കോശിച്ചുകൊണ്ട് മൗണ്ട് കുറച്ചാള് ക്യാപ്റ്റൻസ് ആവാൻ ഇട്ടുകൊണ്ട് നടന്നിരുന്നു. അവനിപ്പോ അപ്പുറത്തെ ടീമിൽ കളിക്കുന്നുണ്ട്. അപ്പോ ഇതേപോലെ കണ്ടോമാർക്ക് എല്ലാവർക്കും ഈ ക്യാപ്റ്റൻസ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ just repeating what I said in the beginning, I liked the concept that okay, this team should become a team of captains. അത് പണ്ട് അങ്ങനെയായിരുന്നു. ഈ പറഞ്ഞ പോലെ ടെറി, ബാലാക്ക്, ചെക്ക്, എസ്സിയൻ, മിക്കൽ, ഇറ്റ് വാസ് എ ടീം ഓഫ് ക്യാപ്റ്റൻസ്. ഇപ്പൊ നമ്മള് നാഷണൽ ടീമിൽ പോലും അടുത്തില്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് ക്ലബിൽ നിറയെ ഗാലഗറൊന്നും ഞാനൊട്ടും ഹാപ്പി അല്ല. ഗാലഗറൊക്കെ എന്തിനാണ് ക്യാപ്റ്റൻ ആക്കുന്നത്? എന്ത് ആറ്റിറ്റ്യൂഡും
നല്ല പ്ലെയർ ആണ്, പക്ഷെ ഇമോഷണലിയൊക്കെ ഒരു മെറ്റീരിയൽ ഇമോഷണലിയൊക്കെ 1-2 ഗെയിംസിനൊക്കെ വല്ല FA കപ്പ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഇറ്റ്സ് യുവർ ബോയ്ഹുഡ് ക്ലബ്. ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് പോയിന്റ് വേണം. ആ ഇന്റലിജൻസ് പോയിന്റ് ഇല്ലെങ്കിൽ അയാളൊന്നും ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല. അതൊന്നും ഒരിക്കലും നടക്കില്ല. ആക്ച്വലി ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കമന്റ് ഈ ടോപ്പിക്കിൽ വന്നിട്ടുണ്ട്. കട്ടപ്പന ദാസപ്പൻ, SK ബ്രോ ഇന്ന് ആരാ ക്യാപ്റ്റൻ? നമ്മള് യൂഷ്വലി ചോദിക്കണ ഇന്ന് ആരാ സ്ട്രൈക്കർ, ഡ്രോഗ്ബയാണോ അനൽക്കയാണോ എന്നാണ്. ഇന്ന് ആരാ ക്യാപ്റ്റൻ എന്ന് ചോദിക്കുന്ന അവസ്ഥ. ഇന്ന് ആരാ നിങ്ങളുടെ ക്യാപ്റ്റൻസി തർക്കത്തിനിടയിൽ ഹെബാർ ബ്രോ പിണങ്ങി പോയെന്ന് തോന്നുന്നു. ക്യാപ്റ്റൻസിക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ക്യാപ്റ്റൻ ഒന്നും ആയിട്ടില്ല, ആരും ഇല്ല. ഇല്ലാതെ ഇതിൽ വെറുതെ നമ്മള് കാരണം തരാം, അതില് കുറെ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ക്യാപ്റ്റൻസിന്റെ ഇതില്. അപ്പം ആ ഒരു പോയിന്റിൽ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ഇതില്. കാരണം അതില് എന്താ പറയാ, ഒരു ഇന്റലിജൻസ് കോഷ്യന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അതൊരു എങ്ങനെ പറയാനാണ്, ഇതിലൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, SK ഓർക്കുന്നുണ്ടോ, ടോം ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഈ ഗോൾ അടിക്കാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു നമ്മളെ ക്ലബില്. ആരാണ് അവന്റെ പേര്? പെനാൽറ്റി എടുത്ത് ഗോൾ അടിച്ച ഒരു ആ പെനാൽറ്റി ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതൊക്കെ എന്ന് പറഞ്ഞാല് JTയുടെ സുവർണമായ ക്യാപ്റ്റൻസി ലീഡർഷിപ്പാ. ബോൾ എടുത്ത് JT ഇങ്ങനെ കയ്യിൽ വെക്കും, റഫറി എല്ലാരും അറേഞ്ച് ചെയ്ത് ലൈനിൽ പോയപ്പോഴാണ് മെക്കലാലിയുടെ കയ്യിൽ കൊടുക്കുന്നത്. അതുവരെ ഗോൾ കീപ്പർ വിചാരിച്ചിരിക്കുന്നത് ഡ്രോഗ്ബയോ ലാംബാർഡോ അടിക്കുന്ന. അപ്പോഴാ മെക്കലാലി, അതാണ് ക്യാപ്റ്റൻ ബുദ്ധി. അതെ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബുദ്ധിയാണത്. കാരണം ശരിക്കും ഓപ്പണന്റിനെ കബളിപ്പിക്കുകയാണ്. ഇത് അടിക്കാൻ പോകുന്നത് ലാംബാർഡാണ്. ലാസ്റ്റ് മിനിറ്റിൽ മെക്കലാലി ആയി കൊടുത്തു, നീ മേടിച്ചോന്ന് പറഞ്ഞു. പബ്ലിക് പ്രിപ്പറേഷൻ ഇല്ല. ഞാൻ വേറെ ചോദ്യത്തിലേക്ക് വരാം. ഹെബാറിലേക്ക് ഞാൻ വേറൊരു ചോദ്യം തരാം. ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് അൺസെഡ് പ്ലേയേഴ്സ് സോ ഫാർ ഹാസ് ബീൻ സാഞ്ചസ്. നമ്മൾ ഒട്ടും അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു പ്ലെയർ ആണ് സാഞ്ചസ്. ഐദർ ഹി ഈസ് നോട്ട് ടു ഇംപ്രസീവ് ഓർ ഹി ഈസ് ഡൂയിങ് എ ഡീസെന്റ് ജോബ്. എന്തെന്നാലും മോശമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നേനെ. സോ സാഞ്ചസിനെ കുറിച്ച് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നില്ല. ഹാലൻഡിനെതിരെയുള്ള ഒരു സേവ് ഒട്ടും തന്നെ അതൊരു എന്താ പറയണ എളുപ്പമായിട്ടുള്ള ഒരു സേവ് ആയിരുന്നില്ല. ബട്ട് യെസ്, ആ ഡെക്ലൻ റൈസിനെതിരെയുള്ള ഒരു മിസ്പാസ് ഒഴിച്ച് പുള്ളിക്കാരൻ 2 കൗണ്ടർ അറ്റാക്കിങ് നമുക്ക് പെനൽറ്റി മേടിച്ചു തന്നു. 2 പെനൽറ്റി മേടിച്ചു തന്നത് മുട്രിക്കാണ്. കഴിഞ്ഞ കളിയിലും മേടിച്ചു തന്നു, അതിന് മുമ്പത്തെ ഒരു കളിയിലും പുള്ളിക്കാരൻ മേടിച്ചു തന്നു. അത് ആർസണലിനെതിരെയുള്ള മത്സരത്തിൽ നമുക്ക് പെനൽറ്റി മേടിച്ചു തന്ന അത് സാഞ്ചസിന്റെ പാസിംഗ് തന്നെയാണ്. And he is very, very calm under pressure. How do you rate, how do you think about Sanchez so far? എനിക്ക് ഒരു ഗോൾ കീപ്പർ ശരിക്കും വിലയിരുത്താൻ പ്രോബ്ലി നോട്ട് ദ ബെസ്റ്റ് പേഴ്സൺ. പക്ഷെ നമ്മൾ എത്ര കുറവ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗോൾ കീപ്പറിനെ പറ്റി അത്രയും നല്ലതാണ് എന്റെ അഭിപ്രായം. ഇപ്പോ യുണൈറ്റഡ് ഫാൻസിനോട് എല്ലാ ആഴ്ചയും ഒനാനെ പറ്റി ഒരു 10 ചോദ്യം പോകും. റായനെ പറ്റി ഇപ്പോ ആർസണൽ എല്ലാ ആഴ്ചയും ചർച്ചയാണ്. എത്ര കുറവ് ചർച്ചയാണോ ചെൽസിയിൽ അബൌട്ട് ദ ഗോൾ കീപ്പർ, ഐ എം ദാറ്റ് ഹാപ്പി. ഹെപ്പനെ പറ്റി എല്ലാ ആഴ്ചയും എല്ലാ ഗ്രൂപ്പിലും ഒരു ഗോൾ കയറിയാ മറ്റവനാണെങ്കിൽ പിടിച്ചിരുന്നു, മറിച്ചവനാണെങ്കിൽ പിടിച്ചിരുന്ന ആ ഒരു അവസ്ഥയായിരുന്നു. സാഞ്ചസ് ഐ തിങ്ക് ഹിസ് സോളിഡ്, ഷോർട്ട് സ്റ്റോപ്പിംഗ് കുഴപ്പമില്ല, ഹിസ് ഗുഡ് വിത്ത് ദ ബോൾ അറ്റ് ഹിസ് ഫീറ്റ്. പക്ഷെ വേൾഡ് ക്ലാസ് അല്ല. വെദർ ഹീസ് ദ കൈൻഡ് ഓഫ് ഗോൾ കീപ്പർ ഹു വിൽ ടേക്ക് us to the next level, ഒരു ചെക്കിനെ പോലെ ഇൻസ്റ്റന്റ്ലി ടേൺ us into പ്രീമിയർ ലീഗ് കണ്ടൻഡേഴ്സ്, ഡിബേറ്റബിൾ. പക്ഷെ 25 ഗോൾ കീപ്പേഴ്സിന്റെ പീക്ക് ഇസ് ഓൾവേസ് ലേറ്റ്. അപ്പോ വെദർ ഹി ക്യാൻ ബിക്കം ദാറ്റ് പ്ലെയർ അറിയില്ല. പെട്രോവിച്ചിനെയും വാങ്ങിയിട്ടുണ്ട്. സോ വി ഹാവ് ഗുഡ് ക്വാളിറ്റി കോമ്പറ്റീഷൻ. മറ്റേ സ്ലോനീൻ ഉണ്ട്. ഗോൾ കീപ്പർ പൊസിഷൻ ഐ തിങ്ക് വി ആർ റീസണബിളി സോർട്ടഡ് പോകുമ്പോൾ. സാഞ്ചസിന്റെ ഐ തിങ്ക് ഓവർ ക്രിറ്റിസിസം ആണ്. ചിലപ്പോൾ ട്വിറ്ററിലൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മൾ മൈക്രോ അനാലിസിസ് ആണ്, അവൻ അവിടെ ചവിട്ടി ശരിയായില്ല, മറ്റവരെ നോക്കിയ രീതി ശരിയായില്ല എന്നൊക്കെ. ആസ് ലോങ് ആസ് ഈസ് ഡൂയിങ് ഹിസ് ജോബ്, ആസ് ലോങ് ആസ് വി ആർ വിന്നിംഗ് ഗെയിംസ്, ഹാപ്പി വിത്ത് ഹിസ് ഔട്ട്. ടോം സാഞ്ചസ്, what Abba said is a very valid point. He's not a world-class goalkeeper. He's an okay goalkeeper. Probably we will think about it when we get into Europe and serious stuff. കാരണം കുറച്ചും കൂടി higher standard concede, because ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, when you concede 2 goals, 3 goals, 2 goals, 3 goals, it's half criticism to the goalkeeper ചെയ്യാൻ പറ്റുള്ളൂ. We cannot criticize to the core of the point like criticize, because this defense itself is a very flippy defense ആണ്. ഇത്രയും ഫ്ലിപ്പി ആയിട്ടുള്ള ഒരു ഡിഫൻസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. Let's think about Europe. യൂറോപ്പിലൊക്കെ വരുമ്പോൾ see, if we are in Champions League, do you think we will have Sanchez? I don't think we can have Sanchez, because we are going to be up against Bayern, PSG, Real Madrid. Those are big stuff, real serious stuff.
അതിന്റെ കൂടെ ഒന്നും ഇത്തരത്തിലുള്ള ഗോൾ കീപ്പറിന് കിട്ടില്ല. നമുക്ക് തന്നെ അറിയാം റിയൽ മാഡ്രിഡിന്റെ കൂടെ നമ്മൾ കളിക്കുമ്പോൾ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ബീറ്റ് തിബോ കോർട്ടുവ. കോർട്ടുവ വാസ് ബ്രില്യന്റ് അഗൈൻസ്റ്റ് us. അപ്പോൾ അത് ഡിഫറെന്റ് ലെവലാണ്. അറ്റ് ദ മൂമെന്റ് ഐ മീൻ പ്രീമിയർ ലീഗിനൊക്കെ ഓക്കെ, സാഞ്ചസ് ഈസ് ഓക്കെ, ബട്ട് ഇറ്റ്സ് നോട്ട് എ വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർ. മാറിക്കൂടാന്നില്ല, but definitely not a world class goalkeeper. Having said that, I closely watched KS Yupanil നമ്മളെ കളിക്കുന്ന ആ പയ്യൻ, അമേരിക്കയിൽ നിന്ന് വരുന്ന ആ പയ്യനെ ഞാൻ 2 കളി വാച്ച് ചെയ്തു. I think he is a good goalkeeper കേട്ടോ. അവൻ കാരണം അവൻ നിർഭാഗ്യം കൊണ്ട് അവൻ കളിക്കുന്ന ടീം വൺ ഓഫ് ദ വീക്കസ്റ്റ് ടീം ഇൻ ദ ബെൽജിയം ലീഗാണ്. KS യൂപ്പൻ എന്ന് പറയുന്ന ടീം, ഊപ്പൻ എന്ന് പറഞ്ഞ ആ ടീമിൽ കളിക്കുന്നുണ്ട് അവൻ. അവനാണ് നമ്പർ 1 ഗോൾ. ബട്ട് ദാറ്റ് ബോയ് ഈസ് എ ബ്രില്യന്റ് ആക്രോബാറ്റിക് ആണ്, ബ്രില്യന്റ് ആക്രോബാറ്റിക്. ഐ ആം റിയലി സർപ്രൈസ്ഡ് എന്തുകൊണ്ടാണ് ഇവനെയൊക്കെ നമ്പർ 2 ഗോൾ കീപ്പറായി ഇവിടെ വെക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ സീരിയസ്ലി ഡോണ്ട് നോ. ദിസ് ഹോൾ പ്രോജക്ട് ഈസ് ടോട്ടലി ലുക്കിംഗ് ലൈക്ക് എന്താ പറയുന്നത്, ഒരു ബിനാമി ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. Because seriously I'm telling you, see, the world says Casadei is one of the, it is not the world, the former Italian manager who left, Roberto Mancini, said that this boy will rule like എന്താ പറയുന്നത് നമ്മളെ ആന്ത്രിയ പിള്ളേർ പോലെ, he will rule the rooster of Italian football. Where have you put this guy? This boy is not even playing 10 minutes. What is your responsibility in trying out this boy? Then comes the big thing, the superstar of Junior World Cup, Andre Santos. Where is he now? ഇതൊക്കെ എവിടെ പോയിന്നേ അറിയില്ല. ഇതൊക്കെ എന്തിനാണ് പിള്ളേർ പിടുത്തക്കാരെ പോലെ കുറെ എണ്ണത്തിനെ മേടിച്ചുകൊണ്ട് ചാക്കിലിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പിള്ളേർ പിടുത്ത ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെന്താ പറയുക, നമ്മളെ ചെൽസി ഫാൻസ് കുറെ പേര് ബുൾഷിറ്റിംഗ് ആണ്, ബീറ്റിംഗ് അറൗണ്ട് ദ പ്രോജക്ട് ലോങ് ടേം. ഇതൊന്നും ഒന്നുമില്ല, തേങ്ങാക്കൊലയാണ്. ഇത് ഒരു റിസൾട്ട് ബിസിനസ് ആണ്. ഇഫ് യു തിങ്ക് ദീസ് പ്ലേയേഴ്സ് ആർ ഗുഡ്, യു മേക്ക് ദം പ്ലേ. If an 18-year-old boy can play in a Barcelona squad, what is stopping Andre Santos from being with you? അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എവിടെയാ പോയി കളിക്കുന്നത്, എനിക്കത് മനസ്സിലാവുന്നില്ല. നൗ ഓൾറെഡി ബിഗ്ഗസ്റ്റ് ജോക്ക് ഇന്ന് SK നടന്നുകൊണ്ടിരിക്കുന്നത്, ചെൽസി സീരിയസ്ലി തിങ്കിങ് ഓഫ് സെല്ലിംഗ് നോണി മെഡുവക്കെ ബെസ്റ്റ്. അപ്പൊ ഇവൻ എന്തിനാ മേടിച്ചേ? Why are you buying people like that? ഇതെന്താണ് കൊച്ചു പിള്ളേരെ പിടിച്ചോണ്ട് പോയി വൈറ്റ്ല ജംഗ്ഷനിൽ പിച്ചെടുക്കാൻ വിട്ട പോലെ കുറെ എണ്ണത്തിന് ഇവിടെ പിടിച്ചു. അല്ല, നീ ആലോചിച്ച് എന്ത് പ്രോജക്റ്റ് ആണ് ഇതൊക്കെ? ഒരു പ്രോജക്റ്റ് ആണ്. നാട്ടിൽ കാണുന്ന 16-18 വയസ്സ് പിള്ളേരെ എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാത്തിനും നടുറോട്ടിൽ വിട്ടിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഇട്ടിട്ട്. കസഡയൊക്കെ ഞാൻ സത്യത്തിനൊന്നുമില്ല, ആന്ത്രെ സാന്തോസിനൊക്കെ ഒരു ലോണ് കൊടുത്തിരിക്കുകയാണ്. ആ ലോണിൽ പോയിട്ട് അവൻ അവിടെ വെറുതെ ഇരിക്കുക, ഡെയിലി ബൂട്ടിങ്ങിനൊക്കെ സോപ്പിട്ട് കഴുകി എന്നിട്ട് ഇനിയിപ്പോ അടുത്ത സീസൺ അവനെ വിൽക്കും. എന്നിട്ട് അവൻ എവിടെയെങ്കിലും പോയി സൂപ്പർ സ്റ്റാറോ, എന്നിട്ട് അന്നേരം നമ്മൾ പറയും, ഓ അവൻ ഭയങ്കരാണ്. എന്നിട്ട് അത് പോച്ചറ്റീനെ തലയിൽ വെച്ചുതരും. പോച്ചറ്റീനെ കാരണമാണ് കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, കോൾവിൽ തന്നെയാണ് ക്യാപ്റ്റൻ എന്നുള്ളത് അവസാനം ചെൽസി ഒഫീഷ്യൽ അക്കൗണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. കമ്മിങ് ബാക്ക് ടു അനദർ ടോപ്പിക്, ടോം, കൈസേഡോന്റെ പെർഫോമൻസ് ഇതുവരെ എങ്ങനെ വിലയിരുത്തുന്നു? കൈസേഡോ ഉറങ്ങിയ കളിക്കുന്നത്, അവനെന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഹീസ് നോട്ട് ദ കൈസേഡോ ദാറ്റ് വി സോ ഇൻ ബ്രൈറ്റൺ. ലൈക്ക് എന്ന് ആലോചിച്ച എന്തോ ഐ തിങ്ക് ഇറ്റ്സ് എ മെന്റാലിറ്റി ഇഷ്യൂ പോലെ തോന്നുന്നു. ഫിസിക്കലി ഈസ് ബീൻ ദേർ. പിന്നെ പൊതുവെ ഇപ്പൊ നമ്മൾ ഓവർലി ക്രിട്ടിക്കൽ ആവാൻ പറ്റില്ല. നോട്ട് എനിബഡി എൽസ് ഇൻ ദ ടീം ഹാസ് പെർഫോം ടു അവർ എക്സ്പെക്ടേഷൻ. അത് വേറെ കാര്യം. എല്ലാരും ഒരുമിച്ച് തന്നെ അണ്ടർ പെർഫോം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടിപ്പ് ആണെന്നാണ്, ദാറ്റ് ഈസ് വാട്ട് ഐ വിഷ് ഇറ്റ് ഈസ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ there has been moments, ഇപ്പൊ ഈ പറഞ്ഞ പോലെ സാൻചേസിന്റെ കാര്യത്തിലും when you were saying, ഇതേപോലെയൊക്കെ തന്നെ ചില കളികള് നമ്മൾ തോക്കാതെ ഇരുന്ന റീസൺ, അല്ലെങ്കിൽ നമ്മള് ഒരു ഡ്രോയില് പിടിച്ചു നിന്ന റീസൺ, ഓർ ഒരു എംബാരസിങ് തോൽവിയിലേക്ക് പോവാതിരുന്ന റീസൺ സാൻചേസ് ആണ് കുറച്ച് കളികൾ. കാരണം എക്സ്ട്രോർഡിനറി സേവ്സ് നടത്തിയിട്ടുണ്ട്. ചില ഈവൻ സിറ്റി ആയിട്ടുള്ള കളിയിലൊക്കെ നല്ല ഓർമ്മയുണ്ട്. ആ 1-on-1 നമ്മുടെ ഹാലൻഡ് ഗോൾ അടിക്കുന്നവരെ നല്ല ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള നല്ല ചാൻസസ് ഈ സാൻചസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് വേൾഡ് ക്ലാസ് സാധനങ്ങൾ. ദ പോയിന്റ് ഇസ് കൺസിസ്റ്റൻസി. ഈ മൊറീനിയോ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുള്ളത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗുഡ് പ്ലെയർ ആൻഡ് എ ഗ്രേറ്റ് പ്ലെയർ ഇസ് കൺസിസ്റ്റൻസി. അപ്പൊ അത് 3-4 സീസൺ ആയിട്ട് നമുക്ക് ഇവിടെ ഇല്ല. ഇപ്പൊ ഈ മൗണ്ട് ഹാവേർഡ്സ് വെർണർ ആയിരുന്ന സമയത്തും 3-4 കളികൾ കൂടുമ്പോൾ നല്ലൊരു കളി കളിക്കും. പുളിസിക് പ്രൈം എക്സാമ്പിൾ. ഒറ്റക്ക് കളികൾ ജയിപ്പിക്കാൻ തോപ്പിക്കാനും പറ്റുന്ന ഒരു പ്ലെയർ ആവാനായിരുന്നു. പ്രോബ്ലം ഇസ് ഒന്ന്
കൺസിസ്റ്റൻസി. സിഎച്ചിന്റെ കാര്യം മിണ്ടണില്ല. സിഎച്ച് ഇവിടെ വന്നിട്ട് എന്താ ചെയ്ത്? ആൻഡ് സിഎച്ച് സ്റ്റിൽ എ ചെൽസി പ്ലെയർ എന്ന് ആലോചിക്കുമ്പോൾ Lukaku is still a Chelsea player. Ziyech is a Chelsea player. Malang Sarr is a Chelsea player. അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ that is again, I mean, വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസണിങ് ആണ് ഇതിന്റെയൊക്കെ പുറകിൽ. കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഈ ടീമിന് എൻറ്റയർലി പറ്റിയിട്ടില്ല. അതിന്റെ ഒരു മേജർ കോഗാണ് ഈ പറഞ്ഞ കൈസേഡോ. സോ ഐ ഗെസ് ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. ഈ ടീം ഒന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന്റെ ബാക്കിലെ ഒരു ആർക്കിടെക്ട് കൈസേഡോ തന്നെ ആയിരിക്കും. ഹി ഹാസ് ദ ടാലന്റ്, ഹി വിൽ പെർഫോം. എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ടോം പറഞ്ഞാല് പ്രോബ്ലി ഐ മീൻ പീപ്പിൾ ആർ ഹാവിംഗ് ടു മച്ച് ഓഫ് എക്സ്പെക്ടേഷൻസ് ഓൺ കൈസൈഡോ എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് എന്താ പറയുക, ഈ ഫാൻസിന്റെ പോയിന്റില് നമ്മള് സിറ്റുവേഷൻ ടു ദി കോർ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു പിവറ്റ് ടു പിവറ്റ് ആണ്. അതൊന്നും നോക്കണം. കൈസൈഡോ ഇൻ ബ്രൈറ്റൺ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടു കൈസൈഡോ ഇൻ ചെൽസി യു ഹാവ് ടു ഡെലിവർ. ഇപ്പൊ എന്നെ പോലെ ഒരു വെറ്ററനായ ഒരു ചെൽസി ഫാനോട് ചോദിച്ചാൽ ഈസ് കൈസൈഡോ ക്ലോഡ് മെക്കലേലി? ഡെഫിനറ്റ്ലി നോട്ട്. ഈസ് കൈസൈഡോ മൈക്കൽ എസിയൻ? ഡെഫിനറ്റ്ലി നോട്ട്. ഈസ് ഡെഫിനറ്റ്ലി നോട്ട്. ആ ഒരു ക്ലാസ് ഒന്നല്ല ആ ഒരു. ബട്ട് കൈസൈഡോ ഈസ് കൈസൈഡോ. ബട്ട് അയാൾക്ക് മനസ്സിലാവേണ്ടത് ബ്രൈറ്റണിൽ യു ക്യാൻ പെർഫോം. ഹിയർ യു ഹാവ് ടു ഡെലിവർ. വാട്ട് യു ഹാവ് ടു ഡെലിവർ? യു ഹാവ് ടു ഡെലിവർ ടു ദ ടീം. കോൺട്രിബ്യൂഷൻ ടു ദ ടീം ആണ് ഏറ്റവും വലിയ ഇത്. സോ ഐ തിങ്ക് യു ഹാവ് ടു ഗിവ് ടൈം. ഈസ് എ ഗുഡ് പ്ലെയർ ബട്ട് ഈസ് certainly not performed. As a matter of fact, Enzo itself in the last 3 matches is underperforming. Too many loose touches, too many soft balls, too many backtracking illatta kore situations. What do you think about Enzo and Caicedo performance so far? I mean Caicedo ennu noka. Caicedo, I think he came from Brighton, a set system where everyone knew what they had to do on and off the ball. So dunk ball വരുമ്പോൾ തന്നെ you can easily see press ചെയ്യേണ്ട ആരോടെ നിൽക്കണം, ഗ്രോസ് വിൽ മേക്ക് റൺ, വെൽറ്റ്മാൻ വിൽ മേക്ക് റൺ. അത്ര സെറ്റ് സിസ്റ്റത്തിൽ നിന്നും കമ്മിങ് ടു ചെൽസി വെയർ ഓരോ ആഴ്ച നമ്മുടെ മിഡ്ഫീൽഡ് വേറെ രീതിക്ക് കളിക്കുന്നു. ഇഫ് വി ആർ പ്ലേയിങ് അഗൈൻസ്റ്റ് മാൻ സിറ്റി, ഗാലഗർ has a completely different role. ആൾ പ്രസ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് ലൈനിൽ പോയി പ്രസ് ചെയ്യും. ഇഫ് വി ആർ പ്ലേയിങ് അഗൈൻസ്റ്റ് ഡീപ് ബ്ലോക്സ്, ഗാലഗർ സ്റ്റാർട്ടിംഗ് മൂവ്സ് ഫ്രം CB's ഇടയിൽ പോയി ബോൾ വാങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. I think Poch is still figuring out what he wants his ideal setup to be. അത് ഇത്രയും അങ്ങനെ പ്ലെയറും ഈ പ്രൈസ് ടാഗ് വന്ന് ഹീസ് ഫൈൻഡിങ് ഇറ്റ് വെരി ഹാർഡ്. ഞാൻ ആ സിറ്റിനായിട്ടുള്ള കളി എസ്പെഷ്യലി ബെർണാഡോ സിൽവ കിൽഡ് ഇൻ. അതായത് ഒരു വേർ യു ഹാവ് ടു ബി എന്നുള്ളത് വൃത്തി കൈസോടെ കാണിച്ചു കൊടുത്ത കളി. ഹാലൻഡും അതന്നെ. ഹാലൻഡ് ടേൺഡ് കൈസോഡോ ഇൻസൈഡ് ഔട്ട് ആ ഒരു സെക്കൻഡ് ഗോളിന് വേണ്ടി. He has a very, very long way to go. But at Brighton, I was one of his biggest fans. I enjoyed watching Caicedo play every week. Was he a 150 million player? For sure. ഒരിക്കലും അല്ല. But he's a very good talent. And Caicedo-നേക്കാൾ I'm more excited for Lavia coming in. പിന്നെ എൻസോയുടെ കാര്യം ഐ തിങ്ക് എസ് കെ പ്രൊപ്പ് പറഞ്ഞ പോലെ എൻസോയുടെ ടച്ചസ് ഓൺ ദ ബോൾ ഹാസ് ഡ്രോപ്പ് ഡ്രാസ്റ്റിക്കലി. കഴിഞ്ഞ സീസൺ നമ്മുടെ എവറി ഗുഡ് മൂവ് യൂസ് ടു സ്റ്റാർട്ട് ഫ്രം എൻസോ എല്ലാവിടെയും ഗോളുടെ ബോൾ വാങ്ങാൻ എൻസോ, മുന്നിലെത്തുമ്പോൾ എൻസോ. ഫ്രം ദർ ഇവിടെ ഈ സീസൺ ഐ തിങ്ക് ഒന്നില്ലെങ്കിൽ ടയർഡ്നെസ് ആണ്, ഓർ അഗൈൻ ഹീസ് ഫൈൻഡിങ് ദ ന്യൂ സിസ്റ്റം ഹാർഡ്. ഷാജേട്ടൻ വാസ് വെരി റൈറ്റ് ഇൻ സെയിങ് പെർഫോമൻസ് നല്ലപോലെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ആൻഡ് വെൻ 200 million സോഫ്റ്റ് ടച്ചസ് ആണ് ഭയങ്കര. അതും 100 million പ്ലസ് 2 പ്ലെയർ പ്രൊമോട്ട് ആവുമ്പോൾ ഫാൻ ബേസ് കുറച്ച് ടെൻഷൻ ആവുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ സമയമുണ്ട്. ഐ തിങ്ക് ലാവിയ വരട്ടെ, വരട്ടെ. വൺസ് വി ഹാവ് ഞാൻ പറയട്ടെ, ഈ മിസ്റ്റേക്ക് നമ്മൾ എബറിനി അടുത്ത 2 കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കണം. ബിക്കോസ് നമ്മളെ ഓണേഴ്സ് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ മണ്ടന്മാരാണ്. നമ്മൾ കാശുണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഏതവനും കാശ് വയ്ക്കും. ഇത് മണ്ടന്മാരാണ്. ഞാൻ അതുകൊണ്ടാണ് ഒസിമാനിലേക്ക് നമ്മൾ മേടിക്കണം. കാരണം നമ്മൾ പോയാൽ ഒസിമാന്റെ 150 million ചോദിക്കും. ഇത് നമ്മൾ ഇപ്പൊ തേവര മീൻ കച്ചവടത്തിന് പോയ പോലെയാ. ഞാനും ടോമും പെൻസിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും 500 രൂപ പറയും. നിങ്ങൾ സാധാരണ ഒരു കൈലി കൊടുത്ത് പോയി കഴിഞ്ഞാൽ 100 രൂപ പറയും. ഇത് ബോളി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ADL പറയുമ്പോൾ 150 million തരികയാണെങ്കിൽ ഒസിമാനെ കൊണ്ടുപോയാൽ മതി. ഈ ഒസിമാനൊക്കെ 150 എന്റെ അഭിപ്രായത്തിൽ 150 പ്ലെയർ ഇല്ല. 100 പോലും ഇല്ലെന്നേ. കാരണം പറഞ്ഞാൽ ഇതൊക്കെ ഈ പ്ലേയേഴ്സ് ഞാൻ പറയട്ടെ, ഇവർ ഈ പറയുന്ന രീതിയിലൊക്കെ ഈ പ്ലേയേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കളിക്കുന്ന ലീഗും കളിക്കുന്ന ടീംസും ഒന്നും നോക്കണം. നമ്മളെ ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ വേറെയാണ്. ഈ ഒസിമാൻ അവിടെ ഗോൾ അടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അടിക്കുന്നു. എനിക്കങ്ങനത്തെ ഇതൊന്നുമില്ല. ഇവിടെ കളിക്കുന്ന പ്ലേയേഴ്സിന് ആ ഒരു ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണെങ്കിൽ അതൊരു ആ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു ഒസിമനെ. അല്ലാണ്ട് ഗോൾ അടിക്കുമെന്നൊന്നും ഒരു ഇതൊന്നുമില്ല. എന്ത് കുറവാണുള്ള ടിമോ വർണർ ഞാൻ ചോദിക്കട്ടെ, അൽവാറോ മൊറോട്ടോ എന്നാ സ്ട്രൈക്കറാ ഇപ്പൊ സ്പെയിനില്?
വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ സ്ട്രൈക്കർ സ്പെയിനിൽ. എന്തായിരുന്നു ഇവിടെ അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ മൊറോട്ട ഇവിടെ വന്നിട്ട് പൊറോട്ട അടിക്കാൻ പോലും പറ്റിയിട്ടില്ല അവര്. അതിന് പറഞ്ഞ പോലെ പെട്ടെന്ന് ആരെ ആസ്റ്റൺ വില്ല വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളി പറയണ്ടായിരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് ഗോണ ബി ആൻ ഇൻട്രസ്റ്റിംഗ് മാച്ച്. Of course, it's possession versus counter attack. I think there will be goals, but City will win that. ഇത് എന്താ അറിയോ, നമ്മള് കഴിഞ്ഞ ദിവസം സിറ്റിയുടെ കളി കണ്ടപ്പോ നമ്മളെല്ലാവരും സംസാരിച്ച ഒരു കാര്യമാണ്, don't score against City too early. Bloody you score, ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ ഉണർത്ത് അടിച്ച അമ്മ തിരിച്ചു തരും. ആസ്റ്റൺ വില്ലയൊക്കെ ആദ്യം തന്നെ അടിക്കും. അത് കാണുമ്പോ തന്നെ ഗോഡിയോള മുട്ട ഇങ്ങനെ തല ചൊറിയും. അത് ചൊറിഞ്ഞ ഉണർന്ന് നടത്താണ് സെൻസിറ്റിവിറ്റി വന്ന്, പിന്നെ ഗോൾ അടിയായിരിക്കും. അവരോടൊക്കെ ഗോൾ അടിക്കാനില്ല, ആദ്യം പഠിക്കേണ്ടത് ക്രിസ്റ്റൽ പാലസ് പോയി പഠിക്കണം. പാലസ് ഇങ്ങനെ പമ്മി 60 മിനിറ്റ് പിടിച്ച് ലോ ബ്ലോക്ക് കളിക്കും. 60ാമത്തെ മിനിറ്റിൽ ആ എസേനെ കൊണ്ടൊരു ഗോൾ അടിക്കും, എന്നിട്ട് ലോ ബ്ലോക്ക് കളിക്കും. അങ്ങനെയേ ജയിക്കാൻ പറ്റുള്ളൂ. ഇത് ആദ്യം തന്നെ പോയി 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ അയാൾ 4 എണ്ണം തിരിച്ചിരുന്ന് മേടിക്കണ്ടേ വന്നിട്ട്. ഓക്കെ, ഫൈനൽ തോട്ട്സ്. ഇനി ഏകദേശം കുറച്ച് നിമിഷങ്ങൾ ബാക്കി ഇരിക്കുന്നു. 15 മിനിറ്റ് അല്ല 14 മിനിറ്റ്. ഫൈനൽ തോട്ട്സ് ടോം ബ്രോ. Final thoughts, we need to win this game bro. ഇത് നമ്മൾ രണ്ടുപേരും there is that one troll എല്ലാരും കണ്ടിട്ടുണ്ടാവും, ഒരു തമിഴൻ ഒരു യുണൈറ്റഡ് ഫാൻ പോലെ ഇങ്ങനെ അടിച്ചിട്ട് ഇന്ത്യ നായ ജീവിച്ചിരിക്കുമ്പോ ഞാൻ എന്തിന് സൂയിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതായത് യുണൈറ്റഡും ചെൽസി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കണം. പോട്ടെ സാരില്ല, അടുത്ത ആഴ്ച ആ തടവ് ഇങ്ങോട്ട്. അവസാനം ഡ്രോ ആവാണ്ടിരുന്നാ മതി. ദേശീയ കമ്മിറ്റി പറഞ്ഞ ദേശീയ ഡ്രോ നടക്കുന്ന ടീമാണ്. പക്ഷേ come on man, we need to win this game. We need to win this. United turns up in big games ൽ ഈ പറഞ്ഞ പോലെ form book goes out the window പറഞ്ഞ പോലെയാണ്. But we need to win this. എന്തെങ്കിലും കാണിച്ച് we need to win, because this win for Chelsea will mean a lot more than United, because United എനിക്ക് തോന്നുന്നത് Ten Hag is done. Even if he is managed to get into the top 6 ആ category ആണെങ്കിൽ പോലും I think he's lost it. He's got very bad man management. One of the worst man managers I've seen at a big club. കേറി വന്നിട്ട് മൊട്ടത്തലാണെന്ന് പറഞ്ഞ് ഗാഡിയോളാണെന്ന വിചാരം. He dealt with a lot of players very badly. അപ്പോ morale is at an all time low, which is what United fans are saying. അപ്പോ we need to beat them. അത്ര പറയാനുള്ളൂ. Final thoughts. Bro, കള്ളുടിച്ചോണ്ട് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല യുണൈറ്റഡ്. എനിക്ക് പണ്ട് മുതൽ വെറുപ്പാണ് ക്ലബിന്. ഞാൻ ബോധത്തോടെയാണ് ഇതന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതും ഈ അവസ്ഥയിൽ തോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ രാവിലെ ഞാൻ 4 മണി വരെ ഇടുന്ന കാര്യമില്ല. വി നീഡ് ടു വിൻ ടുഡേ ഫോർ ഷുവർ. ഒന്ന് സെറ്റ് ഔട്ട് ഓൺ ദ പിച്ച് എല്ലാവരും ഒരു കോഹറന്റ് പെർഫോമൻസ് ആണ്. എന്നിട്ട് കണ്ടിട്ട് കുറെ കാലം ചെൽസി വി ആർ ഡ്യൂ ഗുഡ് വീക്ക് ആൻഡ് ഗുഡ് വീക്ക്. ഷാജിയുടെ നമുക്ക് ആ ക്രൗഡിനെ ഒന്ന് കാണാൻ പറ്റുമോ? വന്നിരിക്കുന്ന ക്രൗഡിനെ ഒന്ന് കാണാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് വരാമോ പ്ലീസ്? വാ എല്ലാവരും ഒന്ന് വരും. കാണുന്നില്ല. ഒരു ഭാഗം മൂക്ക് മാത്രമേ കാണുന്നുള്ളൂ. കുറച്ചുകൂടി ഇങ്ങോട്ട് വരും. കാണാവോ? ഇപ്പൊ കാണുന്നില്ല. ജാക്സന്റെ ഏജന്റ്. Anyway, keep the blue flag flying high. Come on Chelsea. അപ്പൊ എല്ലാവരും ഇതുവരെ ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദി. ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കരയാം. അതെ പറയാൻ. ജയിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. ബൈ.